നിർമ്മാണ ചട്ടങ്ങളുടെ ഭേദഗതിയുടെ ഒരു പ്രധാനപ്പെട്ട റൂളുകൾ മാത്രം നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത ഒരു പ്രസന്റേഷനാണ്. അടുത്ത സ്ലൈഡ് എടുത്തു. നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ, ഈ ഒരു റൂള് കൊണ്ടുവരുന്നതിന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഉദ്ദേശങ്ങൾ കുറച്ചായിരുന്നു. ഒന്ന്, കൃത്യമായിട്ടുള്ള വ്യാഖ്യാനം സാധിക്കുന്ന തരത്തിൽ നമ്മൾ ഈ ഒരു ചട്ടങ്ങളിൽ വ്യക്തതയും ഏകീകരണവും വരുത്തുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. അതായത് പല പഞ്ചായത്തുകളും പല രീതിയിൽ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് വഴി പലതരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ നടക്കുന്നു എന്നുള്ള പരാതി, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ക്ലാരിറ്റി കുറവ്, അപ്പൊ അത് നീക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഉദ്ദേശമായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഒഴിവാകുന്നത് വഴിയും അതുപോലെ തന്നെ നമുക്കിതിൽ ഒബ്ജക്റ്റീവായിട്ട് എടുക്കാവുന്ന മാനദണ്ഡങ്ങൾ കൃത്യമാക്കുന്നത് വഴിയും കാലതാമസം ഒഴിവാക്കുക. പിന്നെ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഇതിനുള്ള കാലപരിധി നിശ്ചയിക്കാവുന്നതുണ്ടെങ്കിൽ അങ്ങനെ നിശ്ചയിക്കുക എന്നുള്ളത് വഴി പെട്ടെന്ന് തന്നെ സർവീസ് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു നിർമ്മാണ മേഖലയിൽ, വാണിജ്യ വ്യവസായ മേഖലകളിലെല്ലാം ഒരു പ്രധാനമായിട്ടും ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം. അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിലും നമുക്ക് ചട്ടങ്ങളിൽ ഉണ്ടാകേണ്ട കാലാനുസൃതമായിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളൊരു പ്രധാന ഉദ്ദേശം കൂടി ഇതിനുണ്ടായിരുന്നു. ഇനി ഇത് നമ്മളൊരു വകുപ്പിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരുന്നില്ല. അപ്പൊ അതിൽ വകുപ്പ് തന്നെയാണ് നേതൃത്വം നൽകിയിരുന്നത്. വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ ചെയർപേഴ്സൺ ആയിട്ടും അതുപോലെ തന്നെ ചീഫ് ടൗൺ പ്ലാനർ കൺവീനർ ആയിട്ടും ഉണ്ടായിരുന്ന ഒരു 14 അംഗ കമ്മിറ്റി തന്നെയാണ് ഇതിന്റെ ഒരു പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഒരു 10ഓളം സിറ്റിങ്ങുകൾ വഴി ആണ് ഈ ഒരു പ്രക്രിയയിൽ ആദ്യത്തെ കരട് തന്നെ നമ്മൾ തയ്യാറാക്കിയത്. അതിൽ വകുപ്പിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടാതെ തന്നെ ആർക്കിടെക്ട്സ്, ടൗൺ പ്ലാനേഴ്സ്, എഞ്ചിനീയേഴ്സ് പോലെയുള്ളവരുടെ പ്രൊഫഷണൽ അസോസിയേഷനുകളുടെ, അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ, അതുപോലെ തന്നെ പഞ്ചായത്ത് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ പോലെയുള്ള അസോസിയേഷനുകളുടെ, ലെൻസ്ഫഡിന്റെ പ്രതിനിധി എന്നിവ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവർ തന്നെ ഇരുന്ന് തയ്യാറാക്കുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് അദാലത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന നിർദ്ദേശങ്ങളും അതുപോലെ വിവിധ ഓർഗനൈസേഷൻസ് അതിനു മുമ്പ് നമുക്ക് നൽകിയിരുന്ന നിർദ്ദേശങ്ങളും എല്ലാം ഒരു 10ഓളം സിറ്റിങ്ങുകൾ വഴി പരിഗണിച്ച് പരിശോധിച്ചിട്ടാണ് ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരുന്നത്. പിന്നെ ഓരോ ഘട്ടത്തിലും നമുക്ക് സർക്കാർ തലത്തിലും ഒക്കെയുള്ള സ്റ്റേക്ക് ഹോൾഡർ മീറ്റിങ്ങുകളെല്ലാം വഴി ഇത് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്തത്. ആകെ 211, ഓരോ ഇൻഡിവിജ്വൽ ഭേദഗതി എടുത്ത് നോക്കുകയാണെങ്കിൽ 211 ഭേദഗതികളാണ് വരുന്നത്. അതിൽ തന്നെ ആകെ 117 ചട്ടങ്ങളുള്ള ഒരു നിർമ്മാണ ചട്ടമായിരുന്നു ഇത്. അതിൽ 53 ചട്ടങ്ങളിലായിട്ടാണ് ഇത്രയും ഭേദഗതികൾ വന്നിരിക്കുന്നത്. ഒരു ചട്ടം ഒഴിവാക്കുകയും 2 പുതിയ ചട്ടം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആകെയുള്ള 40 അനുബന്ധങ്ങളിൽ 16 എണ്ണത്തിലും ഭേദഗതി വന്നു. കൂടുതൽ അനുബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് കൂടുതലും ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ചട്ടത്തിന്റെയും ഇംപ്ലിമെന്റേഷൻ സഹായിക്കുന്ന തരത്തിലുള്ള ക്രൈറ്റീരിയ ഫോമുകളൊക്കെയാണ്. അപ്പൊ അതെല്ലാം അതിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. അടുത്ത സ്ലൈഡ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതികളാണ് നമ്മൾ എടുത്തു പറയുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ നമ്മൾ സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് എന്ന രൂപത്തിൽ പെട്ടെന്ന് കെട്ടിട നിർമ്മാണ അനുമതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി അതിന്റെ തുടർച്ചയായി നമ്മൾ കൂടുതൽ തരം കെട്ടിടങ്ങൾക്ക് പെട്ടെന്ന് നിർമ്മാണ അനുമതി കൊണ്ടുവരുന്ന രീതിയിൽ ഈ ഒരു പ്രൊവിഷനിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ മുൻപ് 2 നില വരെയുള്ള 300 ചതുരശ്ര മീറ്റർ കെട്ടിടത്തിനാണ്, വാസഗൃഹങ്ങൾക്കാണ് ഇത് ഉണ്ടായിരുന്നത് എങ്കിൽ ഇതിന്റെ ഉയരത്തിന്റെ പരിധി നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുന്നത് വഴി കൂടുതൽ വീടുകൾക്ക്, അതായത് കേരളത്തിലുള്ള ഏകദേശം 80% വീടുകൾക്കും ഈ ഒരു ഉടൻ കെട്ടിട നിർമ്മാണ അനുമതി ലഭ്യമാക്കാവുന്ന രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വിസ്തീർണം 100 സ്ക്വയർ മീറ്റർ ആയിരുന്നത് ഇപ്പൊ 250 സ്ക്വയർ മീറ്റർ ആയിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് കമേഴ്ഷ്യൽ കൂടാതെ തന്നെ ഇൻഡസ്ട്രിയൽ വ്യവസായ കെട്ടിടങ്ങൾക്ക് കൂടി ഇത്തരത്തിലുള്ള ഉടൻ നിർമ്മാണ അനുമതി സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറിയിലുള്ള കെട്ടിടങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ G1 എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ കാറ്റഗറിയിൽ 200 സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക്, അത് പക്ഷെ പൊല്യൂട്ടിംഗ് അല്ലാത്ത മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് കാറ്റഗറിയിലും ഗ്രീൻ കാറ്റഗറിയിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇളവ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കേസ് മാറ്റൊക്കെ വന്നത് വഴി നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നിരവധി ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാനും ഈ ഒരു കാലയളവിൽ നമുക്ക് സാധിച്ചിരുന്നു. അപ്പൊ അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓൺലൈൻ സംവിധാനം വഴി പിന്നെ രേഖകളുടെ പൂർണ്ണമായിട്ടുള്ള പരിശോധന വഴി നമുക്ക് ഓണർഷിപ്പും അതുപോലെ തന്നെ ചില നിബന്ധനകൾ, മറ്റേ സ്ഥലം സംബന്ധിച്ചുള്ള നിബന്ധനകളെല്ലാം തിട്ടപ്പെടുത്താവുന്ന കേസുകളിൽ നമുക്ക് ആ ഡിജിറ്റൽ പരിശോധനയുടെ ഭാഗമായി ഉറപ്പുവരുത്തുന്ന കേസുകളിൽ നമുക്ക് ഒരു സ്ഥല പരിശോധന മുന്നോടിയായിട്ടുണ്ടായിരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൂടി കൊണ്ടുവന്നു.
കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള രേഖകൾ, അതുപോലെ തന്നെ കേസ്മാർട്ടിലുള്ള വിവിധ സങ്കേതങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലായിട്ട് തന്നെയുള്ള സബ്മിഷൻ വഴി പൂർണ്ണമായിട്ടും നമുക്കൊരു ഡോക്യുമെന്റ്സും എല്ലാം കൊടുക്കുന്ന ഒരു കേസിൽ ഈ ഒരു ഇളവ് കൂടി നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഇനി ചെറിയ പ്ലോട്ടുകളിൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പാലിക്കുന്ന ദൂരപരിധിയുടെ കാര്യത്തിലാണ് നമുക്കറിയാം, ഇപ്പോൾ തീരെ ചെറിയ പ്ലോട്ടുകൾ വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച് വരുന്നത് കൂടിയിട്ടുണ്ട്. അപ്പോൾ 2 സെന്റിൽ അധികരിക്കാത്ത സ്ഥലത്തുള്ള വീടുകളിൽ വിസ്തൃതി പരമാവധി 100 ചതുരശ്ര മീറ്ററിൽ അധികരിക്കാത്ത വീടുകൾക്കുള്ള ഒരു ബെനിഫിറ്റ് ആണിത്. ഇത് 3 മീറ്ററിൽ അധികരിക്കാത്ത വീതിയുള്ള അൺനോട്ടിഫൈഡ് റോഡുകൾ, അതായത് PWDയുടെ റോഡുകളായിട്ട് നോട്ടിഫൈ ചെയ്യാത്തതോ നമ്മുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതോ ആയിട്ടുള്ള റോഡുകളിൽ നിന്ന് പാലിച്ചിരിക്കേണ്ട ചുരുങ്ങിയ ദൂരപരിധി 2 മീറ്ററിൽ നിന്ന് 1 മീറ്ററായി നിജപ്പെടുത്തിയിരുന്നു. ഇത് അദാലത്തുകളിലെല്ലാം നിരവധി വന്ന ഒരു ആവശ്യം കൂടിയായിരുന്നു ഇതിലൂടെ നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് സർക്കാർ കെട്ടിടങ്ങൾക്ക് നിർമ്മാണത്തിന് മുന്നോടിയായിട്ട് പെർമിറ്റും അതിനുശേഷം ഒക്യുപ്പൻസി എന്നുള്ള നിബന്ധനകൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതായത് സർക്കാർ കെട്ടിടങ്ങളാണെങ്കിലും ചട്ടങ്ങൾ പാലിക്കുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മളിതൊരു സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് ഫോർ ഗവൺമെന്റ് ബിൽഡിംഗ്സ് എന്നുള്ളൊരു കാറ്റഗറി കൂടി കൊണ്ടുവന്നുകൊണ്ട് പ്ലാൻ എല്ലാം അപ്ലോഡ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുന്നത് പ്രകാരം സെൽഫ് സർട്ടിഫൈഡ് ആയിട്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കൊടുക്കുന്ന രീതിയിൽ ഒരു ഗ്രീൻ ചാനൽ വഴി തന്നെ പെട്ടെന്ന് പെർമിറ്റ് ലഭിക്കും. പക്ഷേ പെർമിറ്റ് നിർബന്ധമാക്കുകയും ഒക്യുപ്പൻസി നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പെർമിറ്റ് ഫീ അടയ്ക്കേണ്ടതില്ല. ഇനി ജില്ലാ തലത്തിൽ നമുക്ക് വലിയ കെട്ടിടങ്ങൾക്ക്, അത് ഒരു പ്രധാനമായിട്ടും കോംപ്ലക്സുകളുടെ രൂപത്തിൽ വരുന്ന കെട്ടിടങ്ങൾക്കെല്ലാം ബാധകമായിരുന്ന ലേ ഔട്ട് അപ്രൂവലിന്റെ കാര്യത്തിലും പഞ്ചായത്ത് തലത്തിൽ തന്നെ കൊടുക്കാവുന്ന കെട്ടിടങ്ങളുടെ വ്യാപ്തിയും നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് ജില്ലാ തലത്തിൽ ജില്ലാ ടൗൺ പ്ലാനറുടെ ലേ ഔട്ട് അപ്രൂവൽ വാങ്ങേണ്ടി വന്നിരുന്ന ചില കാറ്റഗറീസ് കൂടി. ഇപ്പോൾ ഉദാഹരണത്തിന് വ്യവസായ വിഭാഗത്തിലുള്ള കെട്ടിടത്തിന് മുൻപ് 1500 സ്ക്വയർ മീറ്ററിന് മീതെ ഉള്ളതിനായിരുന്നു നമുക്ക് ജില്ലാ ടൗൺ പ്ലാനർക്ക് പോകേണ്ടിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 3000 ആയിട്ട് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ സ്റ്റോറേജ് വിഭാഗത്തിലുള്ള കെട്ടിടങ്ങളുടെ കാര്യത്തിൽ 6000 ഉണ്ടായിരുന്നത് 8000 ആക്കി. അതുപോലെ തന്നെ ഹസാർഡസ് ആയിട്ടുള്ള കാറ്റഗറിക്ക് നിലവിൽ എല്ലാ കെട്ടിടങ്ങൾക്കും ബാധകമായിരുന്നത് ഇപ്പോൾ 500 സ്ക്വയർ മീറ്ററിന് മീതെയുള്ള കെട്ടിടങ്ങൾക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു ഇളവ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പ്രകാരം നമുക്ക് ലേ ഔട്ട് അപ്രൂവൽ എന്ന ഒരു ജില്ലാ തലത്തിലുള്ള ഒരു അഡീഷണൽ സ്റ്റെപ്പ് ഒഴിവാകുന്നത് വഴിയുള്ള സമയലാഭം വളരെ വലുതായിരിക്കും. ഇനി പെർമിറ്റിന്റെ ഓണർഷിപ്പ് നൽകുന്നതിനുള്ള വ്യവസ്ഥകളും കൂടെ ഉദാരമാക്കിയിട്ടുണ്ട്. മുൻപാണെങ്കിൽ നമുക്കൊരു സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ട് മറ്റൊരാൾക്ക് കൈമാറുന്ന സമയത്ത് മാത്രമാണ് പെർമിറ്റ് കൈമാറുന്നത് ബാധകമായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഭൂമിയുടെ ഒരു പോർഷൻ മാത്രമായിട്ട് കൈമാറി കഴിഞ്ഞാലും ആ ബാക്കിയുള്ള സ്ഥലത്തിൽ ഉള്ള കെട്ടിടത്തിന് ചട്ടലംഘനം ഇല്ലെങ്കിൽ നമുക്ക് ആ പെർമിറ്റ് സാധുവായിട്ട് നിലനിൽക്കുന്നതിനുള്ളൊരു സാഹചര്യം കൂടെ ഇതുവഴി ലഭ്യമായിട്ടുണ്ട്. ഇനി ഇതൊരു ക്ലാരിഫിക്കേഷൻ ആണ്. പ്ലോട്ടുകളുടെ അതിരിൽ നിന്നും റോഡുകളിൽ നിന്നും നിർമ്മാണത്തിലേക്ക് പാലിക്കേണ്ട ദൂരപരിധിയെ പറ്റിയുള്ള ഒരു വിഷയമാണ്. അതേ നിലനിരപ്പിൽ കൂടുതൽ സ്ഥലം ലഭ്യമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾക്ക് കൂട്ടിച്ചേർക്കലുകളും അധിക നിർമ്മാണവും സാധ്യമല്ലാതെ വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് ഈ കെട്ടിടങ്ങളിൽ നിന്ന് റോഡുകളിലേക്കും അതിരുകളിലേക്കുമുള്ള ദൂരം എത്രയാണെങ്കിലും പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഭാഗത്തിന് മാത്രം കണക്കാക്കിയിട്ടുള്ള ദൂര നിബന്ധനകൾ വരുന്നത് വഴി ചില ഭൂമിയിലും മുമ്പ് അഡീഷണൽ കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ലാതിരുന്നത് ഇപ്പോൾ ഇതുവഴി കൂടുതൽ പോസിബിൾ ആകുന്ന തരത്തിലുള്ള ഒരു ചട്ടത്തിലുള്ള ഒരു വ്യാഖ്യാനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറഞ്ഞ നിയന്ത്രണങ്ങൾ മാത്രമുള്ളത്, അതായത് നമുക്ക് പല ഒക്യുപ്പൻസി കാറ്റഗറി അല്ലെങ്കിൽ വിനിയോഗ ഗണത്തിലുള്ള കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ ആ കെട്ടിടങ്ങളുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് അതിലെ കണ്ടീഷൻസും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹസാർഡസ് കാറ്റഗറിയുള്ള കെട്ടിടങ്ങൾക്ക്, പിന്നെ കൂടുതൽ പേര് തടിച്ചുകൂടുന്ന അസംബ്ലി കെട്ടിടങ്ങൾക്കൊക്കെയുള്ള കണ്ടീഷൻസ് കൂടുതലായിരിക്കും. അതേസമയം തന്നെ റെസിഡൻഷ്യൽ കാറ്റഗറിയിലുള്ള കെട്ടിടങ്ങൾക്കൊക്കെ കണ്ടീഷൻസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള മാറ്റങ്ങൾ വഴി നമുക്ക് കൂടുതൽ നിയന്ത്രണങ്ങളുള്ള ചില കെട്ടിട വിഭാഗങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അത് കുറഞ്ഞ നിയന്ത്രണങ്ങളുള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ 100 സ്ക്വയർ മീറ്റർ വരെയുള്ള ഫ്ലോർ മിൽ, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ബേക്കറി, 300 സ്ക്വയർ മീറ്റർ വരെയുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഇങ്ങനെയുള്ളവയ്ക്ക് താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമാനമായിട്ടുള്ള ഇളവുകൾ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഈ ഒരു ഒക്യുപ്പൻസി അല്ലെങ്കിൽ വിനിയോഗ ഗണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്.
ഇനി നമുക്ക് ടർഫുകളും ഗെയിം കോർട്ടുകളും കൂടുതലായിട്ട് വരുന്ന ഒരു കാലമായതുകൊണ്ട് അവയ്ക്കുള്ള നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ വന്നൊരു മാറ്റമാണ്. മുമ്പ് ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ അസംബ്ലി കെട്ടിടങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതുവഴി കൂടുതൽ പാർക്കിംഗ്, കൂടുതൽ സാനിറ്റേഷൻ സൗകര്യങ്ങൾ, ആക്സസ് വിട്ടും സെറ്റ് ബാക്കും ഒക്കെ കൂടുതൽ കർശനമായിരുന്നു. പക്ഷേ ഇത് നമ്മൾ യൂത്തൊക്കെ നന്നായിട്ട് ആക്സസ് ചെയ്യുന്ന ടർഫുകളും ഗെയിം കോർട്ടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ D1 എന്ന് പറഞ്ഞ കുറച്ച് താരതമ്യേന നിയന്ത്രണങ്ങൾ കുറഞ്ഞ ഒരു കാറ്റഗറി അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെറുകിട വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിരവധി ഇളവുകൾ കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ G1 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഇൻഡസ്ട്രിയൽ വിഭാഗത്തിൽ, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് 200 സ്ക്വയർ മീറ്റർ വരെ ഉണ്ടായിരുന്നതിനുള്ള ഫ്രണ്ട് സെറ്റ് ബാക്ക് 3 മീറ്ററിൽ നിന്ന് 1.8 മീറ്ററായിട്ട് കുറച്ചു. വശങ്ങളിലും പിന്നിലുമുള്ള സെറ്റ് ബാക്കുകളാണെങ്കിൽ 2 മീറ്ററിൽ നിന്ന് 1 മീറ്ററായിട്ട് കുറച്ചു. അപ്പോൾ കൂടുതൽ ഭൂമി പ്ലോട്ടുകൾ ഇത്തരത്തിൽ ഈ ബിൽഡിങ്ങുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി അനുയോജ്യമായി മാറും. അതുപോലെ തന്നെ 200 സ്ക്വയർ മീറ്ററിൽ കൂടാത്ത മലിനീകരണ ബോർഡിൻ്റെ കെട്ടിടങ്ങളുടെ ഉയരം, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് കാറ്റഗറിയിലുള്ള കെട്ടിടങ്ങളുടെ ചുരുങ്ങിയ ഉയരം നമ്മൾ 3.6 മീറ്ററിൽ നിന്ന് 3 മീറ്ററായിട്ടും കുറച്ചു. ഇതും ചെറുകിട വ്യവസായ സംരംഭങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് കവറേജ്, അതുപോലെ തന്നെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നുള്ളതിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതായത് ആകെയുള്ള അവൈലബിൾ ആയിരുന്ന ഒരു ഭൂമിയുടെ എത്ര മടങ്ങ് വരെ നമുക്ക് ഫ്ലോർ ഏരിയ ഉണ്ടാകാം, അതല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ എത്ര ഭാഗത്ത് ഒരു ബിൽഡിംഗ് കവർ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളാണ്. ഇത് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 35% ഒരു പ്ലോട്ടിൽ കവറേജ് എന്ന നിലയിൽ കെട്ടിടങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നത് എങ്കിൽ അത് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള IT പാർക്കുകൾ, നോട്ടിഫൈഡ് IT പാർക്കുകൾ എന്നതിൽ 7 വരെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് നമ്മൾ 7 ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. അത് മുമ്പ് 4 ആയിരുന്നു. അതിൽ തന്നെ കവറേജ്, ആകെ സ്ഥലത്ത് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ കവറേജ് 70% വർദ്ധിപ്പിച്ചു. മുൻപ് അത് 60% പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ പ്ലാനുകളിൽ പ്രത്യേക ഡെവലപ്മെന്റ് ഏരിയകളായിട്ട് കണക്കാക്കുന്ന ഏരിയകൾ, ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വിഭാവനം ചെയ്യപ്പെടുന്ന മേഖലകൾ, അതുപോലെ തന്നെ നഗരങ്ങളുടെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന കോർ ഡെവലപ്മെന്റ് ഏരിയകളിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും പരമാവധി 7% വരെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സും അതുപോലെ തന്നെ 70% വരെ കവറേജും നൽകുന്ന രീതിയിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസാണ്. നമ്മൾ പെർമിറ്റ് ഓരോ തവണയും എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ട ഫീസിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണിത്. അപ്പോൾ 10 വർഷത്തിന് ശേഷം പെർമിറ്റ് എക്സ്റ്റൻഷൻ വരേണ്ട സമയം മുൻപ് ഇരട്ടി എന്ന് അടയ്ക്കേണ്ടി വന്നിരുന്നത് അതിന്റെ പകുതിയായിട്ടുണ്ട്. അതായത് ഒരു തവണ എന്നുള്ളതാക്കിയിട്ട് ആണ് മാറ്റം വരുത്തുന്നത്. ഇപ്പൊ 2 ഇരട്ടി എന്നുള്ളത് വരുന്നില്ല. ഇനി ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സ്ഥിരം വന്നിരുന്ന ഒരു ആവശ്യമായിരുന്നു ആക്സസ് വിഡ്ത്തിന്റെ കാര്യത്തിൽ. അതായത് നമുക്ക് ഒരു ബിൽഡിങ്ങിലേക്കുള്ള ആക്സസ് വിഡ്ത്ത് കണക്കാക്കുമ്പോൾ PWDയുടെ രേഖകൾ പ്രകാരം അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ പ്രകാരം 3 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ പലപ്പോഴും കയ്യേറ്റം കാരണം, ആ കയ്യേറ്റം ഒഴിപ്പിക്കാത്തത് കാരണം ചില സ്ഥലങ്ങളിൽ അത് കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് അംഗീകൃത ഒരു റോഡാണെങ്കിൽ ആസ്തി രജിസ്റ്ററിലുള്ള വീതി പരിഗണിക്കാവുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റം എത്തിയിരിക്കുന്നത് പാർക്കിങ്ങിന്റെ കാര്യത്തിലാണ്. പാർക്കിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പ്രധാന മാറ്റം വരുത്തിയിരിക്കുന്നത് ഹോസ്റ്റലുകൾക്കുള്ള, അതായത് ഗ്രൂപ്പ് A2 കാറ്റഗറിയിൽ വരുന്ന ഹോസ്റ്റലുകൾക്ക് നിലവിലുള്ള പാർക്കിംഗ് ആവശ്യത്തിന് 50% ആയിട്ട് പാർക്കിംഗ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റൽ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്നിട്ടുള്ള ഒരു ഹോസ്റ്റലാണെങ്കിൽ, ഇപ്പോൾ ഒരു കോളേജിനോട് ചേർന്നിട്ടുള്ള ഒരു ഹോസ്റ്റലാണെങ്കിൽ അതേ കോമ്പൗണ്ടിലുള്ള ഒരു ഹോസ്റ്റൽ ബിൽഡിംഗ് ആണെങ്കിൽ അത് 25% ആയിട്ടും കുറച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലോർ ഏരിയയുടെ നിർവചനത്തിലും നമ്മളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ഫ്ലോർ ഏരിയയുടെ നിർവചനത്തിലുള്ള ഒരു മാറ്റം, കാരണം ഫ്ലോർ ഏരിയയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പാർക്കിംഗ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഒരു നിർവചനത്തിലുള്ള ഒരു മാറ്റം വഴി ആവശ്യമുള്ള പാർക്കിങ്ങിലും ഒരു കുറവ് വരുന്നുണ്ട്. അപ്പൊ അവിടെയും ഒരു ഇളവ് ഇൻഡയറക്റ്റ് ആയിട്ടും ലഭ്യമാകുന്നുണ്ട്.
അത് കൂടാതെ A2 കാറ്റഗറിയിൽപ്പെട്ട ഓൾഡ് ഏജ് ഹോം, കമ്മ്യൂണിറ്റി ലിവിംഗ് ഫോർ ഓൾഡ് ഏജ്, സെമിനാരി, കോൺവെന്റ്, ഓർഫനേജ് മുതലായവയ്ക്ക് ഓരോ വ്യക്തിക്കും ഒരു പാർക്കിംഗ് എന്ന് കണക്കാക്കിയിട്ടുള്ള ഒരു പാർക്കിങ്ങിന്റെ ആവശ്യമില്ല എന്നുള്ളതും അവിടെയുള്ളൊരു യഥാർത്ഥ പാർക്കിംഗ് ആവശ്യവും പരിഗണിച്ചുകൊണ്ടും നിലവിലുള്ള പാർക്കിങ്ങിന്റെ 25% ആക്കി പാർക്കിങ്ങിന്റെ ആവശ്യകത കുറച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 വീലർ പാർക്കിങ്ങിന്റെ സ്ഥലവും വിസ്തീർണവും സംബന്ധിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി, ഡയമെൻഷനിലും എല്ലാം ക്ലാരിറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത്, കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായ പാർക്കിംഗ് സംവിധാനം പൂർണ്ണമായി ഒരുക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ അംഗീകാരം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തത്വത്തിൽ നേരത്തെ തന്നെ സർക്കാർ അനുമതി നൽകിയിരുന്ന ഒരു കേസ് ഇപ്പൊ ചട്ടത്തിലൂടെ കൊണ്ടുവരുവാണ്. 25% പാർക്കിംഗെങ്കിലും നിർമ്മാണം നടക്കുന്ന ബോട്ടിലും ബാക്കി 75% വരെ 200 മീറ്റർ ഒരു ചുറ്റളവിലുള്ള ഒരു സമീപ പ്ലോട്ടിലും കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഇളവ് പാർക്കിംഗ് നമ്മൾ എവിടെയാണോ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വ്യവസായ ആവശ്യത്തിന് നമ്മൾ ഭൂമി സബ്ഡിവിഷൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ആക്സസ് റോഡിന്റെ വിത്തിലും ഒരു ഇളവ് കൊണ്ടുവന്നിട്ടുണ്ട്. 10 മീറ്ററിൽ നിന്ന് 8 മീറ്റർ ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സബ്ഡിവിഷൻ ചെയ്തിടുന്ന ഓരോ പ്ലോട്ടിന്റെയും ചുരുങ്ങിയ വലിപ്പം എന്ന് പറയുന്നത് 400 ചതുരശ്ര മീറ്റർ ആയിരിക്കണം എന്നുള്ളത് 320 ആയിട്ട് കുറച്ചു. അപ്പൊ വ്യവസായ മേഖലയിലെല്ലാം ഇങ്ങനെ മൾട്ടിപ്പിൾ പ്ലോട്ടുകളെല്ലാം സബ്ഡിവിഷൻ ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് ഒരു നല്ലൊരു ഇളവായിരിക്കും ഇത്. ഇനി ഇത് നമ്മൾ ഓൾറെഡി തന്നെ ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നൊക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ കൂടുതൽ ശിശു സൗഹൃദമാക്കുന്നതിന് വേണ്ടി കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾ പ്രീഡമിനന്റ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്ന ഡേ കെയർ പോലെയുള്ള സ്ഥലങ്ങളിൽ ശിശു സൗഹൃദ ശൗചാലയങ്ങൾ സജ്ജീകരിക്കേണ്ടതിന്റെ ഒരു ആവശ്യം കൂടി ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മുടെ വീടുകൾക്ക് മുകളിൽ ചൂട് തടയുന്നതിന് വേണ്ടി യൂട്ടിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ മേൽക്കൂരയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നതിനൊക്കെ വേണ്ടി ഷീറ്റ് ഓട് മേൽക്കൂരകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേക അനുമതിയോ ഫീസോ ആവശ്യമില്ലാത്ത രീതിയിലും അതുപോലെ തന്നെ അത് ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള രീതിയിലും നമ്മളത് അനുമതി നൽകുന്നുണ്ട്. അപ്പൊ 3 നില വരെയുള്ള വീടുകൾക്കുള്ള ഒരു ഇളവാണിത്. പക്ഷെ ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം 2.4 മീറ്ററിൽ കൂടാൻ പറ്റില്ല. അത് മാത്രമല്ല 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണം വരുന്ന താമസ കെട്ടിടങ്ങൾക്ക് മുൻവശത്തും പുറകുവശത്തും പരമാവധി 15 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ റോഡിൽ നിന്ന് 60 സെന്റിമീറ്ററിന് ദൂരം പാലിച്ചുകൊണ്ടുള്ള ഷീറ്റ് റൂഫിങ്ങിനും കൂടി അനുമതി നൽകുന്നുണ്ട്. ഇനി അടുത്തത്, ലഭ്യമാക്കുന്ന അനുമതികളിൽ ചേഞ്ച് ആവശ്യം വരുന്ന കേസിൽ, അതായത് ഒക്യുപ്പൻസിയോ കംപ്ലീഷനോ ഒക്കെ മുമ്പായിട്ട് ബിൽഡിങ്ങിന്റെ പെർമിറ്റിൽ ഒരു മാറ്റം വരുന്നു എങ്കിലുള്ള ഒരു കണ്ടീഷനിലുള്ള കുറച്ച് ഇളവുകളാണ് ഈ സമയത്ത് ഇവിടെ പറയുന്നത്. ഒക്യുപ്പൻസി കംപ്ലീഷൻ എന്നുള്ളേക്കുള്ള അപേക്ഷ ഈ വ്യക്തി സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഏത് സമയത്തും ഇനി ഒരു റിവൈസ്ഡ് പെർമിറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പക്ഷെ ആ സമർപ്പിക്കുന്ന സമയത്ത് അധികമായിട്ട് ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന അംഗീകരിച്ച ബിൽഡിംഗ് പെർമിറ്റിന്റെ കൂടെയുള്ള പ്ലാനിൽ നിന്ന് അധികമായിട്ടുള്ള നിർമ്മാണത്തിന് മാത്രമേ ഈ ക്രമവൽക്കരണം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. റിവൈസ്ഡ് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അതിന് മാത്രമാണ് ബാധകമാകുന്നത് എന്നുള്ള രീതിയിലുള്ള ഇളവുകളും ഇതോടൊപ്പം പ്രാബല്യത്തിൽ വരുവാണ്. ഇതുവഴി സാമ്പത്തിക ബാധ്യതയിലും അതുപോലെ തന്നെ ആവശ്യമായിട്ട് വരുന്ന ഈ ഒരു ക്രമവൽക്കരണത്തിന് വേണ്ട സമയവും കുറവായി മാറുന്നുണ്ട്. ഇനി റോഡിനായിട്ട് പലരും സ്ഥലം വിട്ടുകൊടുക്കുന്നു. ആ വിട്ടുകൊടുക്കുന്ന സ്ഥലങ്ങളിലുള്ള ഭാഗത്ത് കെട്ടിടങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാമെന്നുള്ളത്, അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് റോഡിൽ നിന്നുള്ള ദൂരം കുറയുന്നത് വഴി ചില കാര്യങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പെർമിഷൻസും ഒക്കെ ആവശ്യമായി വരും, അല്ലെങ്കിൽ ചില അഡീഷണൽ കൺസ്ട്രക്ഷൻസ് ഉപയോഗിക്കാൻ പറ്റാതെ വരുമെന്നുള്ളത്. അപ്പൊ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഭാഗത്ത് പൊളിച്ചു മാറ്റുന്ന ഭാഗത്തൊക്കെ അധികമായിട്ട് ബലപ്പെടുത്തൽ വേണ്ടി വരുമ്പോൾ മറ്റു കെട്ടിട നിർമ്മാണ ചട്ടവ്യവസ്ഥകൾ ഒന്നും ബാധകമാക്കാതെ തന്നെ, അതായത് ഭൂമി റോഡിന് വേണ്ടിയിട്ടൊക്കെ വിട്ടുകൊടുത്ത സംഗതിയിൽ, മറ്റു ഡെവലപ്മെന്റിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സംഗതികളിൽ മറ്റു കെട്ടിട നിർമ്മാണ ചട്ടവ്യവസ്ഥകൾ ബാധകമാക്കാതെ തന്നെ ഈ കെട്ടിടത്തിന്റെ ബലപ്പെടുത്തൽ നമുക്ക് ചെയ്യാൻ പറ്റും. മുൻപ് ചുമരുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മാത്രമായിരുന്നു അനുവദനീയമായിരിക്കുന്നത്. മാത്രമല്ല ഈ സ്ഥലങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾക്ക് റോഡിൽ നിന്ന് 2 മീറ്റർ ദൂരം പാലിച്ചാൽ മതിയാവും എന്നുള്ളൊരു കണ്ടീഷനും കൂടെ വ്യക്തത വരുത്തുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ
ഒരു കൂടുതലായിട്ട് FSI ഉപയോഗിക്കുന്ന സമയത്ത് ഉയർന്ന FSI ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന് വേണ്ടി, അതായത് കൂടുതൽ നിലകൾ, കൂടുതൽ ഫ്ലോർ ഏരിയ ഉപയോഗിച്ചിട്ടുള്ള വലിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ഒരു സമയത്തും ഒക്കെ നമ്മൾ ഈ ഒരു ഉയർന്ന നിരക്കിലുള്ള ഒരു FSI നമ്മൾ തുക അധികം FSIക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുക അടയ്ക്കേണ്ടി വന്നിരുന്നു. പക്ഷെ പലപ്പോഴും കൺസ്ട്രക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് ബിൽഡിങ്ങിലുള്ള മാറ്റങ്ങൾ പ്രകാരം ഈ ആവശ്യപ്പെട്ട അത്രയും FSI ചിലപ്പോൾ എടുക്കാറില്ല, നിലകളിലെ മാറ്റം, പ്ലാനുകളിലെ മാറ്റമൊക്കെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് അത് ഉപയോഗിച്ചിട്ടില്ലാത്തപ്പോഴും പിന്നെ ചിലപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് തുക അടച്ചതിന് ശേഷം അനുമതി റദ്ദ് ചെയ്യുന്ന സാഹചര്യത്തിലും ഈ തുക അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തതക്കുറവുണ്ട്, തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തതക്കുറവുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റം റൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ചട്ടങ്ങളിലുള്ള മാറ്റങ്ങളുടെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഈ പ്രധാന മാറ്റങ്ങളും ഇളവുകളും കൊണ്ടുവന്നതോടൊപ്പം തന്നെ പല ചട്ടങ്ങളിലും നമ്മൾ കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടും ഒരാൾക്ക് പലതരത്തിലും ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൂടുതലുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കുന്ന രീതിയിലും ജനങ്ങൾ സ്ഥിരമായിട്ട് നമുക്ക് വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതുന്ന റൂളുകളെല്ലാം പരിഗണിച്ച് അതെല്ലാം കൃത്യമായിട്ട് മാറ്റം വരുത്തുന്ന രീതിയിലുമാണ് നമ്മൾ ഈ ഒരു ചട്ടം തയ്യാറാക്കിയിരിക്കുന്നത്.